ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് റെഡിയാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അതിനുവേണ്ടി അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 4 ചെറിയുള്ളിയും ഒരു പച്ചമുളകും, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിൽ മാറ്റം വരുത്താം. കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങാക്കോലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് അത് വെന്ത് കിട്ടാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. അത് വെന്ത് കിട്ടുമ്പോഴേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും അരഞ്ഞു കിട്ടാനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇതിവിടെ നല്ലതുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുപയർ പരിപ്പല്ല, സാധാ പീസ് പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് വേണം മറ്റുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അരച്ച് വെച്ചിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെറുതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം പോരാ, നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പരിപ്പ് എടുക്കുമ്പോൾ ചെറുപയർ പരിപ്പ് തന്നെ എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് താളിക്കാനൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുകും 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 വറ്റൽമുളകും ചെറുതായി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.